ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീച്ചിട്ടുള്ള ആദ്യത്തെ പണി എന്താ വെച്ചാൽ വെയിറ്റ് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് നോക്കി വന്നതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കും. തലേന്ന് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പാലും വെള്ളം അതുപോലെ തന്നെ ഏട്ടൂനും ചായയാണ് രാവിലെ ആദ്യം ഉണ്ടാക്കുന്നത്. എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞത് രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കാനാണ്, അത് നമ്മുടെ ടെർമറിക് മിൽക്ക് കുടിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ സ്ഥിരം കുടിക്കുന്നത്. ചായ ഒഴിവാക്കി, ചായ കാപ്പി ഒന്നും ഇല്ല. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് തന്നെയാണ് ആ മഞ്ഞൾപ്പൊടി എടുക്കുന്നത്. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്ന് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ അതിഥിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഈ ഒരു ഫിഷിനെ വാങ്ങിച്ചിട്ട്. ഭയങ്കര ഇണക്കമൊക്കെ ഉള്ളൊരു ടൈപ്പ് ഫിഷാണ് കേട്ടോ. നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലൊക്കെ വന്നിട്ട് അത് വാങ്ങിക്കും. അപ്പം മീനിന് തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് ഫുൾ റിവ്യൂ പറയാറൊന്നും ആയിട്ടില്ല. എന്നാലും ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെന്നേ ഉള്ളൂ കേട്ടോ. ദാബാസ് ഓർഗാനിക്കിൻ്റെ ഫേസ് വാഷാണ് ഇത്. ഇത് ഒരു കോംബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3 പ്രൊഡക്റ്റാണ് ഇതിൽ വരുന്നത്. ഒന്ന് ഫേസ് വാഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ടോണർ വരുന്നുണ്ട്, പിന്നെ വരുന്നത് സിറാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ദാബാസ് ഓർഗാനിക്കിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേ പ്രൊഡക്റ്റ് ദാബാസ് ഓർഗാനിക്കിൻ്റെ ടോണറാണ് ഇത്. അപ്പോൾ അതൊരു സ്പ്രേ ബോട്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സ്കിന്നിലേക്ക് അത് പെട്ടെന്ന് അബ്സോർബ് ആവും. പിന്നെ ഇത് ഇവരുടെ തന്നെ ഫേസ് സിറാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, ഒരു കുത്തുന്ന മണമൊന്നുമല്ല, നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിന് ഒരു 3 ഡ്രോപ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു സിറം. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ജെൻറ്റലായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു 3 പ്രൊഡക്റ്റ്, ദാബാസ് ഓർഗാനിക്കിൻ്റെ ഫേസ് വാഷും ഫേസ് ടോണറും അതുപോലെ തന്നെ സിറും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 3 ഡേയ്സ് ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ഒരു 1-2 ആഴ്ച യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫുൾ റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു. ചുക്കുവെള്ളം വെക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 1 മന്ത് ആയിട്ടുണ്ട് നമ്മൾ റൈസ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട്. പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡയറ്റ് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഡയറ്റിൻ്റെ ഞാൻ എന്താണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടും എന്താ പറയുക, നന്നായിട്ട് ഇങ്ങോട്ട് വീർത്ത് വരും. എണ്ണ ഉപയോഗിച്ചാലേ വീർത്ത് വരും എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഓവർനൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്, തണുപ്പൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇപ്പോൾ സ്ഥിരം ഇവിടെ രാവിലെ ഓവർനൈറ്റ് ഓട്സ് തന്നെയാണ് കേട്ടോ. നിവിക്കുട്ടനും അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് കഴിച്ച് അവനും അത് ശീലമായി. അപ്പോൾ നിവിക്കുട്ടൻ എണീച്ച് വന്നപ്പോൾ ഞാൻ അവന് കുറച്ച് വെള്ളം കൊടുക്കണം. വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതിന് ശേഷം ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. നിവിക്കുട്ടൻ എണീച്ചതിന് ശേഷമാണ് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കുള്ളൂ. അതിന് ശേഷം നിവിക്കുട്ടന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവന് ഇന്ന് ചോറാണ് കേട്ടോ രാവിലെ കൊടുക്കുന്നത്. ചോറിനോടാണ് അവന് കൂടുതൽ താല്പര്യം. അപ്പോൾ ഞങ്ങൾക്കുള്ള ഓട്സ് ഇവിടെ തണുപ്പൊക്കെ പോയിട്ട് നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇതിൽ ഞാൻ ബദാമും കിസ്മിസും അതുപോലെ നമ്മുടെ കസ്കസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് നമ്മളൊരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കനൊക്കെ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് നമ്മളൊരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ വേവിക്കുമ്പോൾ ആ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ പെപ്പറിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിന് ശേഷം വേറൊരു പാൻ എടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് പട്ട, അതുപോലെ ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഒരു പിടി വെളുത്തുള്ളി, അതുപോലെ തന്നെ നമുക്കൊരു പിടി ഇഞ്ചി, ഇതെല്ലാം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ് കേട്ടോ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇതിലും ജിഞ്ചർ ഗാർലിക് ചേർക്കണം. പിന്നെ ഒരു 1-2 വലിയ സവാള എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ പെപ്പർ ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്നും കൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 3 തക്കാളിയാണ് കേട്ടോ. ഇതിൽ 3 തക്കാളി തന്നെ വേണം. തക്കാളിയുടെ എണ്ണം കുറയാൻ പാടില്ല. അതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിച്ചു കൊടുക്കാത്തത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഞാൻ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെപ്പറാണ് കൂടുതലായിട്ടും ചേർത്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ ദോശയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു റിച്ച് ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ചൊരു തിക്നെസ്സും വരും, അതുപോലെ തന്നെ നല്ലൊരു റിച്ച് ടേസ്റ്റും വരും കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാതിരിക്കേണ്ട കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നേ പറഞ്ഞുള്ളൂ. അല്ലാത്തയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ചിക്കൻ റെഡി ആയതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങണം കേട്ടോ. ചപ്പാത്തി പരത്തി എടുക്കണം. ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യാറ് വെച്ചാൽ ചപ്പാത്തി ഓരോന്നോരോന്ന് പരത്തും, അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. പരത്തിയിട്ട് അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണ യൂസ് ചെയ്യാതെ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒരു 1-2 മണിക്കൂർ നമ്മൾ മാവ് കുഴച്ച് വെക്കണം എന്നേ ഉള്ളൂ. അത് നമുക്ക് രാവിലെ എണീച്ച്, ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഈ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ചട്ടുകം വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇങ്ങനെ പൊള്ളായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഫുൾ ചപ്പാത്തിയും ഇവിടെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ളതാ ലഞ്ച് കഴിക്കുകയാണ്. ഏട്ടും പരും ഓഫീസിൽ നിന്ന് വന്നു. നീക്കുട്ടന് ഞാൻ നേരത്തെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് അവനെ ഒതുക്കി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഉച്ചറക്കൊക്കെ കഴിഞ്ഞ് എണീച്ച് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇപ്പോൾ രാത്രിയായി. ഇനി നാളത്തേക്കുള്ള ഓവർനൈറ്റ് ഓട്സ് ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും ഓവർനൈറ്റ് ഓട്സ് തന്നെയാണ് കഴിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ അത് ഇഷ്ടമായി. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് ജസ്റ്റ് ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു സ്വീറ്റ് കഴിക്കണം തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ സ്വിഗ്ഗറിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതാകുമ്പോൾ ലോ കലോറിയാണ്, ഒട്ടും കലോറീസ് ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഡയറ്റിൻ്റെ ടൈമിലാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വേറെ ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു മിൽക്ക് ഷേക്കും അതുപോലെ ഒരു സാൻഡിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സ് വെച്ചിട്ടുള്ളൊരു സാൻഡിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് ഡേറ്റ്സ് മിൽക്ക് ഷേക്കാണ് കേട്ടോ. ഡേറ്റ്സും അതുപോലെ എന്താ പറയുക നട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവരുടെ കുറച്ച് വേറെ റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ് സാൻഡയാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ജിലേബിയും അതുപോലെ ലഡും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേകതരം മധുരമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ 3 പേർക്കും കൂടി വാങ്ങിച്ചതാണ്. ഷെയർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം ഇന്ന് നമ്മൾ ഇനി ചാച്ചി ഉറങ്ങാൻ പോവാണ്. ഹലോ, അപ്പോൾ ഇത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോരോ 2-3 ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരൊറ്റ വ്ളോഗ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വ്ളോഗ് ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ഓരോ 2-3 ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരൊറ്റ വ്ളോഗ്. അപ്പൊ ഇന്ന് നമ്മള് എന്താ പറയാ, ഇപ്പൊ ബ്യൂട്ടി പാർലറിലേക്കൊന്നും പോകാൻ പറ്റില്ല, എനിക്കിവിടെ പോകാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഒരു ചെറിയൊരു ഫേഷ്യൽ ചെയ്യാന്ന് വിചാരിച്ചു. എന്നാൽ പൈസ ചെലവില്ലാതെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഒറ്റ കാര്യം മാത്രമാണ് കേട്ടോ. നമ്മൾ കറികൾക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം തക്കാളി ഉണ്ടല്ലോ, നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. അപ്പൊ അതാണ് നമുക്ക് ഈ മെയിൻ ആയിട്ട് ഈ ഒരു ഫേഷ്യലിന് വേണ്ടത് കേട്ടോ. അപ്പോ നമുക്ക് ഇനി ഞാൻ കുറെ പറഞ്ഞിട്ട് അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല, വേഗം തന്നെ നമ്മുടെ ഫേഷ്യലിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും, നല്ല സുഖം ഉണ്ടാവും നമുക്കിങ്ങനെ എന്താ പറയുക, ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ക്ലെൻസ് ചെയ്തെടുക്കാം നമ്മുടെ ഫേസ്. നമ്മുടെ ഈ തക്കാളി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഫേസിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടും. അപ്പൊ ഞാനിത് നന്നായിട്ട് നമ്മുടെ തക്കാളി വെച്ചിട്ട് ഉരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. മുടി ഇങ്ങനെ കെട്ടിയത് ബോറാണെന്ന് തോന്നുന്നു അല്ലെ. ഞാൻ മുഖത്തേക്ക് മുടി വരണ്ടാന്ന് വെച്ചിട്ട് കെട്ടിയതാണ്, കാരണം എനിക്ക് കുറച്ച് നെറ്റ് കൂടുതലുള്ളതുകൊണ്ട് ബോറാണോ എന്നൊരു സംശയം. എന്തായാലും പോട്ടെ, ഞാൻ മുടി മുഖത്തേക്ക് വരണ്ടാന്നുള്ളത് കൊണ്ട് കെട്ടിയതാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഒന്നിലേക്ക് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് തുടയ്ക്കാം. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ വാഷ് ചെയ്ത് കളയാൻ പോവാണ്. അപ്പൊ മുഖം കഴുകിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു തോർത്ത് വെച്ചിട്ട് ഒന്ന് ആ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ സ്ക്രബാണ്. അപ്പൊ ഞാനിവിടെ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി എടുത്തില്ലേ, ആ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടി, കോഫി പൗഡർ ഉണ്ടല്ലോ. ഞാനിവിടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ അല്ല എടുത്തിട്ടുള്ളത്, എന്നിട്ട് ചെറിയ തരി ഉണ്ടായിട്ടുണ്ടാവില്ലേ, ആ ഒരു കോഫി പൗഡറാണ് നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് നല്ലത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കോഫി പൗഡറാണ് ഞാനിതാ ഇവിടെ എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പൊ ഇതും അതുപോലെ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു അടിപൊളി സ്ക്രബാണ് കേട്ടോ. അപ്പോ നമുക്ക് ഇതിൽ മുഴുവനായിട്ട് ഡിപ്പ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്യാം. നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വാഷ് ചെയ്ത് കളയാം. നമുക്കിത് മുഖം നന്നായിട്ട് തുടയ്ക്കാം. അപ്പൊ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഫേസിനൊരു എന്താ പറയാ, നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് തോന്നും. കണ്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, തൊടുമ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ക്രബ് ചെയ്യല് നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഒക്കെ ചെയ്യാം. ഡെയിലി ചെയ്യരുത്. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. കാരണം നമ്മുടെ ഡെഡ് സെൽസ് പോകാനല്ലേ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. അപ്പോ വീക്കിലി നമുക്ക് ഒരു 3 തവണയൊക്കെ ചെയ്യാം കേട്ടോ.
നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്യാം. അപ്പൊ നമ്മുടെ പോസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആവും. അല്ലേ, നന്നായിട്ട് വയർത്തു. അപ്പൊ നമുക്ക് സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് എന്താ പറയാ, നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് തോന്നില്ലേ? എന്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു പാക്കാണ് കേട്ടോ ഇടാനുള്ളത്. അപ്പൊ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാ വേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിതാ ഒരു എന്താ പറയാ ഒരു തക്കാളി 2 കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു ഉള്ളിലത്തെ ഒരു പൾപ്പ് ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് ആവശ്യം. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പീച്ച് എടുക്കാം. അപ്പൊ അത് അത്രയും പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഇതാ, ഞാനിവിടെ ചന്ദനത്തിന്റെ പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സാൻഡൽ പൗഡറാണ് കേട്ടോ അത്. അപ്പൊ ഈ ഒരു ചന്ദനത്തിന്റെ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി ഉണ്ടല്ലോ, അതാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ചന്ദനത്തിന്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ പുറമേന്ന് വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റിലത്തെ മഞ്ഞൾപ്പൊടി അല്ലാതെ നമ്മൾ വീട്ടിൽ പൊടിക്കില്ലേ, ഉണക്കി പൊടിക്കില്ലേ, ആ ഒരു മഞ്ഞൾപ്പൊടിയാണ് നല്ലത്. അപ്പോൾ അത് ഈ ഒരു 3 ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വേണ്ടത് തിളപ്പിക്കാത്ത നല്ല പച്ച പാലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാക്കിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. അപ്പൊ ആ അളവിൽ മാത്രമേ നമ്മൾ പാലൊഴിക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു പാക്കിന്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങനെ വെള്ളം ഒപ്പിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ തന്നെ ഇതാ നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ, നമുക്ക് ഇപ്പൊ എങ്ങടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സമയമൊന്നുമില്ല, ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റില്ല, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്നും പറഞ്ഞിട്ട് വിഷമിക്കണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് എന്താ പറയാ നല്ലൊരു ഗ്ലോവും അതുപോലെ തന്നെ നമ്മുടെ ഒരു വൈറ്റനിങ് എഫക്റ്റ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു ഫേഷ്യൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആഴ്ചയില് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവും. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഒക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ. പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ചന്ദനത്തിന്റെ പൊടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട, കടലപ്പൊടി എടുത്താൽ മതി കേട്ടോ. കടലപ്പൊടി ആണെങ്കിലും സെയിം എഫക്ട് തന്നെയാണ് ഉണ്ടാവുക. നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആവും. പിന്നെ എന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുക അതൊക്കെ ലൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേഷ്യൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവുന്ന സാധനം, എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ, അപ്പൊ പിന്നെ ഒരു പണിയൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്താ പറയാ ഫീഡ്ബാക്ക് ഒക്കെ പറയാ, എങ്ങനെയുണ്ട് നമ്മുടെ ഫേഷ്യൽ എന്നുള്ളതൊക്കെ പറയാ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.